സ്കൾജോയുടെ ദ സെക്കൻഡ് കമ്മിങ് എന്ന കഥയിലൂടെയാണ് നാം ഇന്നത്തെ ചിന്ത ആരംഭിക്കുന്നത്. പണ്ട് യൗസേപ്പും മേരിയും ബെത്ലഹേമിൽ ഇടം തേടി നടന്ന സത്രങ്ങളിലേക്ക് ക്രിസ്തു വീണ്ടും കടന്നു വരികയാണ്. അന്ന് സത്ര ഉടമകൾക്ക് തുറന്നു കൊടുക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇത്തവണ ഏറ്റവും നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. ക്രിസ്മസ് ട്രീ, നക്ഷത്രങ്ങൾ, പുൽക്കൂടുകൾ എന്നിവ കൊണ്ട് വളരെ മനോഹരമായി അവർ വീടുകൾ അലങ്കരിച്ചിരുന്നു. ഇന്നെങ്കിലും തനിക്ക് അല്പം സ്ഥലം കിട്ടാതിരിക്കില്ല എന്ന വലിയ പ്രതീക്ഷയോടെയാണ് ക്രിസ്തു കടന്നു വരുന്നത്. അവൻ ഓരോ സത്രവാതിൽക്കലും ചെന്ന് മുട്ടി വിളിച്ചു. അവർക്കെല്ലാവർക്കും കൊടുക്കുവാൻ ഒരേ മറുപടി ഉണ്ടായിരുന്നുള്ളൂ: ഇന്ന് ഇവിടെ ക്രിസ്മസ് ആഘോഷമാണ്. മുറികളിലൊന്നും ഒഴിവില്ല. താങ്കൾക്കിവിടെ സ്ഥലമില്ല. തന്റെ രണ്ടാം വരവിലും തിരസ്കൃതനായ ക്രിസ്തു തന്റെ ലക്ഷ്യമെത്താതെയുള്ള യാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പുൽക്കൂട് പകരുന്ന ആത്മീയതയുടെ ചൂട് നുകർന്നുകൊണ്ട് സ്വയം ആലോചിക്കാം. മറ്റുള്ളവർക്ക് സത്രം അല്ലെങ്കിൽ അഭയകേന്ദ്രങ്ങളാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന്. വിശക്കുന്നവന് ഭക്ഷണവും, ദാഹിക്കുന്നവന് ജലവും, വസ്ത്രമില്ലാത്തവന് വസ്ത്രവും, തൊഴിൽ രഹിതന് തൊഴിലുമായാണ് നാം ഓരോരുത്തരും സത്രങ്ങളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇരുട്ടിൽ കഴിഞ്ഞിരുന്നവർക്ക് ക്രിസ്തു തന്റെ ജനനത്തിലൂടെ പ്രകാശം പകർന്നതുപോലെ നമുക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പകരുവാൻ പരിശ്രമിക്കാം.